സ്പോർട്സിലെല്ലാം നിങ്ങൾ മാച്ച് ഫിക്സിംഗ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു യുദ്ധത്തിൽ മാച്ച് ഫിക്സിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ സംഭവിച്ചത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കണ്ടുകഴിയുമ്പോൾ കൃത്യമായി മനസ്സിലാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആരും പ്രതീക്ഷിക്കാതെ ഇന്ന് രാവിലെ ട്രംപ് വന്നിട്ട് ഒരു അറിയിപ്പ് പറയുകയാണ്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. രണ്ട് പാർട്ടികളും അതായത് യുദ്ധം സീസ് ഫയറിന് എഗ്രി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഇറാന്റെ ഭാഗത്തുനിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. ആദ്യം 24 മണിക്കൂർ എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ആ ടൈം പീരീഡ് എല്ലാം കുറച്ചിരുന്നു. അതായത് ആദ്യം 12 മണിക്കൂർ ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും, അതിനുശേഷം അതിന് റിട്ടാലിയേഷനായിട്ട് ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കും, അതിനുശേഷം കംപ്ലീറ്റ് സീസ് ഫയർ, ഇങ്ങനെയൊക്കെ ഒരു പ്ലാനോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു പ്രപ്പോസലോ വന്നിട്ടുള്ളൂ, ഞങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്നൊന്നും തീരുമാനിച്ചില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ അവരും വലിയ രീതിയിലൊന്നും ഇതിനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവരതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ പോലും നോക്കിയില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ടും അറ്റാക്കുകൾ നടക്കണ്ടോ ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ടും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും തന്നെ അതായത് ഇന്ന് വൈകുന്നേരം വരെ, ഇനി ഈ വീഡിയോ എടുക്കുന്നോടം വരെയും ആർക്കും തന്നെ ഇതിലൊരു ക്ലിയർ പിക്ചർ ഇല്ല, യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിച്ചോ ഇല്ലയോ എന്നുള്ളത്. കാരണം ട്രംപ്, ഇസ്രായേൽ, ഇറാൻ ഇവർ മൂന്നുപേരും ഒരു പരസ്പര ബന്ധമില്ലാതെയാണ് ഓരോ കാര്യങ്ങളും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് എല്ലാവരും പറയുന്നത്, അതായത് എല്ലാ എക്സ്പേർട്സും പറയുന്നത് കൃത്യ മാച്ച് ഫിക്സിങ്ങിലോട്ടാണ് ഇത് പോയിരിക്കുന്നതെന്ന്. അത് എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇറാന്റെ സൈഡിൽ നിന്ന് ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധം നിർത്തുന്നതിന് തയ്യാറാവാൻ റെഡിയാണ്. കാരണം ഇറാൻ അത്രമാത്രം നാണം കെട്ട സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും എന്നോട് എതിർപ്പുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ റിയൽ ആയിട്ടൊന്ന് നോക്ക്. അതായത് ഇറാന്റെ ടോപ്പ് ആൾക്കാരെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്തായാലും അതിനെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ തടഞ്ഞു വെക്കാൻ പറ്റില്ല. ഒരു 5-6 വർഷം ബാക്കിലോട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ ഇത്രമാത്രം അറ്റാക്കുകൾ ഇറാൻ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഇറാൻ ഈ യുദ്ധത്തിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറാൻ എന്ന് പറയുന്ന രാജ്യം റിട്ടാലിയേഷൻ എന്തായാലും ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തോട് നോക്കാം. ഇസ്രായേലിന്റെ ഭാഗത്ത് വലിയ രീതിയിൽ നമുക്ക് തോന്നാം, അതായത് ഈ യുദ്ധം നിർത്തുന്നതിന് അവർ തയ്യാറാവാൻ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ന്യൂക്ലിയർ പ്രോഗ്രാം ഇല്ലാണ്ടാക്കണമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു റെജീം മാറ്റമായിരുന്നു. പക്ഷെ അത് അവർക്ക് സാധിച്ചില്ല. ഇനി മൂന്നാമത്തത് അമേരിക്കയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതായത് അമേരിക്ക ഇതിൽ അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം സക്സസ് ആക്കി. അപ്പോൾ ഈ ഒരു സമയം വെച്ച് ഈ യുദ്ധം നിർത്തുക എന്ന് വെച്ചാൽ ഒട്ടും പോസിബിൾ അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരൊരു മാച്ച് ഫിക്സിംഗ് പ്ലാനിലോട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഖത്തറിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നു. ഇന്നലെ ഇറാൻ ഇസ്രായേലിനെതിരെ അറ്റാക്കുകൾ നടത്തുന്ന രീതിയിൽ ഒപ്പം ഖത്തറിലുള്ള അമേരിക്കൻ ബേസുകളിലോട്ട് അറ്റാക്കുകൾ നടത്തി. അപ്പോൾ ഇന്നലെ വലിയ രീതിയിൽ അതായത് വേൾഡ് വാർ 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതായിരുന്നു. പക്ഷേ ഈ സമയങ്ങളെല്ലാം അതായത് ഈ അറ്റാക്കുകളെല്ലാം നടക്കുമ്പോഴും അന്താരാഷ്ട്ര ലെവലിൽ അതായത് ഓയിൽ പ്രൈസ് കുത്തനെ ഉയരുകയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് ഈ അറ്റാക്കുകൾ നടന്നിട്ടും ഈ സീസ് ഫയറിനെ കുറിച്ച് കേൾക്കാത്തപ്പോൾ പോലും അതായത് ഈ ഓയിൽ പ്രൈസ് മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങിയിരുന്നു. എന്തുകൊണ്ട്? അത് ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിക്കൊണ്ടു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ടായിരുന്നു ഈ യുദ്ധം നിൽക്കാൻ പോകാൻ. അതുകൊണ്ട് തന്നെയാണ് ഓയിൽ പ്രൈസ് കുറയാൻ തുടങ്ങിയത്. അതുമാത്രമല്ല അമേരിക്ക അത് കഴിഞ്ഞിട്ട് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു, അതായത് നിങ്ങൾ ഓൾറെഡി ഒരു വാർണിംഗ് നടന്നുകൊണ്ട് തന്നെ അതായത് ഖത്തറിലല്ല ഞങ്ങളുടെ സ്പേസ് എല്ലാം തന്നെ ഞങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റി, ആൾക്കാർക്കൊന്നും തന്നെ ഒരു പ്രശ്നം പറ്റിയില്ല. അതായത് അമേരിക്കനെ യഥാർത്ഥത്തിൽ അടിക്കണമെന്ന് താല്പര്യം കാണിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖത്തറിനെതിരെ ഈ മിസൈൽ അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അമേരിക്കയ്ക്ക് ഇൻഫർമേഷൻ ആരെങ്കിലും കൊടുക്കുമോ? ശക്തമായി തന്നെ തിരിച്ചടിക്കാനല്ല നോക്കുകയുള്ളൂ. അവിടെ ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം ഇത്രയും വലിയൊരു അറ്റാക്ക് നടത്തിയത് എന്തുകൊണ്ട്? ഇറാനിലുള്ള ജനങ്ങളെ ബോധിപ്പിക്കണമല്ലോ, അതായത് ഞങ്ങൾ അമേരിക്കയ്ക്ക് സ്ട്രോങ് റിട്ടാലിയേഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. അതുമാത്രമല്ല ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഒരു അറ്റാക്കുകൾ നടത്തിയും അവരൊരു കോംപ്ലക്സ് ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുകയും 8 പേരോളം മരണപ്പെട്ടതായിട്ട് പറയുന്നത്. ഇസ്രായേൽ ഒഫീഷ്യലായിട്ട് 3 പേര് മരണപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ 2 അറ്റാക്കുകൾ ഇറാനിൽ സംഭവിച്ചു. അപ്പോൾ ഇറാന് ഇതുകൊണ്ട് എന്താണ് അവരുടെ ജനങ്ങൾ അതായത് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് അവരുടെ ജനങ്ങളോട് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ റെജീം ഇച്ചിരി കൂടെ സ്ട്രോങ് ആയി നിർത്താൻ പറ്റും. അതായത് ഞങ്ങൾ ഇത്രയും വലിയ ശക്തികൾ വന്നിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ അവർക്ക് ഇപ്പോൾ സ്ട്രോങ് ആയി അവർക്ക് നിൽക്കാൻ പറ്റും. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് വരാം. ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഇസ്രായേലിന് ഏകദേശം കാര്യങ്ങൾ ഒരു ചേഞ്ചിലോട്ട് എത്തിക്കാൻ തുടങ്ങി. അതായത് അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളെല്ലാം ഇല്ലാണ്ടാക്കി, ടോപ്പ് ലീഡേഴ്സുകൾ ഇല്ലാണ്ടാക്കി. അപ്പോൾ ഇസ്രായേലിന് ഈ യുദ്ധം നിർത്തുന്നതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ലാസ്റ്റുള്ള ചെറിയ ചെറിയ അറ്റാക്കുകൾ നോക്കുമ്പോൾ ഇസ്രായേൽ ഏകദേശം ഒരു വിന്നിംഗ് പോസിബിലിറ്റി തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഇസ്രായേലിനും ഓൾറെഡി അറിയാം മറ്റ് പല രാജ്യങ്ങൾ അതായത് ഇപ്പോൾ ഹിസ്ബുള്ളനോടൊന്നും കളിക്കുന്ന പോലെയല്ല, ഇറാൻ ഇച്ചിരി കൂടെ ശക്തിയാണ്. എന്നാലും ഇസ്രായേലിന്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. കാരണം അവരുടെ ജയിച്ച പൊസിഷൻ അവർക്ക് നിലനിർത്താൻ പറ്റി. ഇനി അമേരിക്കയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിലോ അമേരിക്കയിലുള്ള വോട്ടേഴ്സിനോടെല്ലാം പറയാം ഇവർക്ക്, അതായത് ഞങ്ങൾ ഇറാനിൽ കയറി അറ്റാക്ക് ചെയ്തു, ഞങ്ങളുടെ അതായത് B2 ബോംബറിന്റെ ശക്തി
അതുപോലെ തന്നെ GPU-70 ഇത് ബോംബിന്റെ ശക്തി, ഇതൊന്നും പോരാഞ്ഞിട്ട് ഖത്തറിൽ ഇറാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ പാട്രിയോട്ടിക് മിസൈൽ, അവരുടെ വെപ്പൺ ബിസിനസ് ഇച്ചിരി കൂടെ കൂട്ടുന്ന രീതിയിൽ അവരെല്ലാവിധ സ്ട്രാറ്റജിയും മുന്നോട്ട് നീക്കി. അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്തു എന്ന് വെച്ചാൽ അറ്റാക്കും ചെയ്തു. എന്നാൽ ഓൾറെഡി പറയുന്നത് ഇവിടെയുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എല്ലാം തന്നെ മാറ്റിയിരുന്നു. എന്നാൽ ഇതുപോലും അറിയാതെയായിരിക്കുമോ അമേരിക്ക അറ്റാക്ക് ചെയ്തത്? അപ്പോൾ ഇതിലെല്ലാം തന്നെ കൃത്യമായ ബാക്കിൽ ഓൾറെഡി ഇവർ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പ്ലാനുകളെല്ലാം പിന്നിൽ നടന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ യുദ്ധം തീരുമ്പോൾ വലിയ രീതിയിലുള്ള ഗ്ലോബൽ ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. ഒന്നാമത്തത് ഇറാൻ റഷ്യ ബന്ധം. ഈ ഒരു യുദ്ധത്തിൽ റഷ്യ വലിയ രീതിയിൽ ഇറാനെ സഹായിച്ചില്ല. ഇത് ഇറാന് ഇച്ചിരി രീതിയിൽ ഒരു മനസ്സിന് ഒരു വിഷമം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ഇനി റഷ്യ ഇറാൻ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു സംശയമാണ്. രണ്ടാമത്തത് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ചൈന ഓയിൽ ഡീൽ. അപ്പോൾ ഈ ഒരു ഓയിലിനെ കുറിച്ചും കൂടുതലായിട്ടും ഇറാന്റെ കുറെയെങ്കിലും ഇപ്പോഴുള്ള പ്രതിരോധം സാങ്ഷൻസ് എല്ലാം തന്നെ എടുത്തു കളയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഒരു ചാൻസസ് ഇവിടെ ഉയർന്നു കാണിക്കുന്നു. മൂന്നാമത്തത് ഇറാൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു അവരുടെ ടെക്നോളജികളെല്ലാം പഴയതാണെങ്കിലും ബലിസ്റ്റിക് മിസൈലുകളിൽ ഇന്ന് ലോകത്തിൽ ഒരു വൺ ഓഫ് ദ മേജർ കൺട്രി ആയിട്ട് പഴയ ടെക്നോളജിയാണ്, പക്ഷെ എന്തിനും ഞങ്ങളുടെ ബലിസ്റ്റിക് മിസൈൽ ടെക്നോളജി ഞങ്ങൾ ഇപ്പോഴും സ്ട്രോങ് ആണെന്ന് തെളിയിച്ച് കാണിച്ചിരിക്കുന്നു. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ അവരുടെ മൊസാദ് സ്ട്രോങ് ആണ് എന്ന് ഇസ്രായേലിനെ കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇസ്രായേലിന്റെ അയൺ ഡോമിൽ ഇവിടെ ഒരു ചെറിയ ഫെയിലിയർ വന്നതായിട്ട് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് വരിക. ഇനി അമേരിക്കയാണെങ്കിൽ ഇതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും വരാതെ അവർ ഒരു ഡീസൻറ്റ് പൊസിഷനിൽ നിന്നുകൊണ്ട് ട്രംപ് ഈ ഒരു ഡീലിലോട്ട് എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ചൈനയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചൈനനെ ഈ ഒരു യുദ്ധത്തിലോട്ട് ആരും ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് പോലും ചെയ്യാത്തതുകൊണ്ട് തന്നെ ചൈനയുടെ റോളും ഇല്ലാണ്ടായി. ഇനിയെങ്കിലും ഇറാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ആണവായുധം എപ്പോൾ വേണമെങ്കിലും ഇതേപോലെയുള്ള അറ്റാക്കുകൾ നടക്കുമെന്നറിയാം. ചൈനനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു സെൽഫ് പ്രൊട്ടക്റ്റിംഗ് ആയ ഒരു S-400 റഷ്യയുടെ പോയി കാല് പിടിച്ചെങ്കിലും അവർ S-400 പരമാവധി ഡിസ്കൗണ്ടിൽ മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രം അറ്റാക്കിന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇറാന് ഉള്ളത്. ഇറാൻ ഒരു S-400 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ അവരുടെ മുന്നിലുള്ളത്. അങ്ങനെ എല്ലാ 3 രാജ്യങ്ങളും ഈക്വലായിട്ട് യുദ്ധം ജയിച്ചതായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇതിൽ പിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ